നമ്മൾ നോർത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. 253 സീറ്റുകൾ മൊത്തത്തിലുണ്ട്. അതിൽ 183 സംതിങ് കിട്ടുമെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 45 സീറ്റ് കിട്ടുമെന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പശ്ചിമ മേഖലയിലോട്ട് പോകാം. ഈ പശ്ചിമ മേഖലയിൽ ആകെ 78 സീറ്റുകളാണുള്ളത്. ഇവിടെ ബി ജെ പിക്ക് എത്ര സീറ്റ് നിലവിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53 സീറ്റ്, 51 സീറ്റാണ് ബി ജെ പിക്ക് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ ഈ മേഖലകൾ ബി ജെ പി വളരെ നിർണായകമാണ്. കാരണം ഈ 400 സീറ്റ് എന്ന് പറയുന്ന ആ ഒരു മാർജിൻ നരേന്ദ്രമോദിക്ക് കടക്കണമെങ്കിൽ, വിത്ത് അലയൻസിലൂടെ എന്നാലും കടക്കണമെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് ഈ മേഖലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് വേറെ പ്രത്യേകത. ഇവിടെ നമുക്ക് മഹാരാഷ്ട്രയുണ്ട്. ബി ജെ പിയുടെ ക്ലീൻ സ്വീപ്പാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ ഇത്തവണ കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള കുറച്ച് ക്രൈസിസ് അവിടെ നിലനിൽക്കുന്നു. ഉദ്ധവ് താക്കറെയൊക്കെ പിളർന്നു പോയിട്ട് ക്രൈസിസ് നിലനിൽക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം, നമുക്കത് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാര്യം ഗുജറാത്ത് പിന്നെ നോക്കണ്ട. 26-ൽ 26 സീറ്റും ബി ജെ പി പിടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ AAP ഇത്തവണ അവിടെ കടന്നുകയറ്റം 2 സീറ്റിൽ നടത്തുമെന്ന് പറയുന്നുണ്ട്. അതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. AAP അവിടെ നടത്തുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഉള്ളത് ദാമൻ ദ്യൂ, ഗോവ, ഭാദ്ര നഗർ ഹവേലി, 1-2 സീറ്റുകൾ. ഇപ്പം പ്രധാനമായിട്ടും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. സാറിൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് എന്തായിരിക്കും ഈ മഹാരാഷ്ട്രയും ഗുജറാത്തും ഇത്തവണ ബി ജെ പിയുടെ ഭാവി എന്തായിരിക്കും ഇവിടെ? അത് നമ്മളിപ്പോൾ ഉത്തരമേഖല ചർച്ച ചെയ്തതുപോലെ തന്നെ പശ്ചിമ മേഖലയിലേക്ക് വരുമ്പോൾ 2 സംസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ സീറ്റുകളുടെ എണ്ണത്തിൽ പുറമേട്ട് നിൽക്കുന്നത്. അതൊന്ന് നമ്മുടെ മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. അപ്പോൾ 2014-ലും 19-ലും ഗുജറാത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഇനി നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല. 19-ലും ഇനി മറ്റൊന്നാണ് സംഭവിക്കാമെന്ന് നമുക്ക് കരുതാനും കഴിയില്ല. പക്ഷെ മഹാരാഷ്ട്രയിൽ അതല്ല. ഇന്ത്യ സഖ്യത്തിന് കുറച്ച് കൂടുതൽ ശക്തി തെളിയിക്കേണ്ട സ്ഥലമാണ്. അത് ആ ഒരു ബാധ്യതയുണ്ട് അവർക്ക്. കാരണം പിടിച്ചു പറ്റണം എന്ന് അവർ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള സാഹചര്യം ഒരുങ്ങുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. അല്ലെ, ഈ മഹാരാഷ്ട്രയും മധ്യപ്രദേശിനെയൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നരേന്ദ്രമോദി പ്രോമിനൻ്റ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന, അത് വളരെ അജയനായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് നമുക്കറിയാം മധ്യപ്രദേശിൽ കമൽനാഥ് അധികാരം പിടിച്ചത്. അത് മോദിക്ക് ഒരു അടിയായിരുന്നു. രണ്ടാമത് മഹാരാഷ്ട്രയിൽ NCPയും കോൺഗ്രസും ശിവസേനയെ പിളർത്തിയെടുത്തുകൊണ്ട് പോയതു. അതും BJP ഞെട്ടിക്കുന്ന ഒരു വിഷയമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയം. അപ്പോൾ ഇത്തവണ അവിടെ നമുക്ക് ചില ഒരു അട്ടിമറികളൊക്കെ പ്രതീക്ഷിച്ചാലും അതിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ പിന്നെ ഈ ശിവസേന പക്ഷവും ഇപ്പോൾ NCP എന്നോ ശിവസേനയെന്നോ ഒക്കെ അടർന്നു പോയ പക്ഷങ്ങളാണ്, അടർത്തിയെടുത്ത് കൊണ്ടുപോയതാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ശരത് പവാറിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം നമുക്ക് പെട്ടെന്നൊന്നും എടുത്തു കളയാൻ പറ്റുന്ന സംഭവമല്ല. അദ്ദേഹത്തിന് ഇനിയും ആൾക്കാരുടെ മനസ്സിലേക്ക് സ്ഥാനം കിട്ടിയേക്കാനിടയുണ്ട്. അദ്ദേഹത്തിനുള്ള കഴിവും ഒക്കെ ഒരു രാഷ്ട്രീയ ചാണക്യം തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല. പക്ഷെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ അടർത്തി എടുത്തുകൊണ്ട് BJP പോയ പോക്കിൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ ഫലം BJPക്ക് കിട്ടുമോ, അതോ ഈ അടർത്തി എടുത്തുകൊണ്ട് പോയതിൽ ഒരു സഹതാപം അവർക്ക് ഉദ്ധവ് താക്കറേക്കും പിന്നെ അതാണ് ശരത് പവാറിന് കിട്ടിയേക്കുമോ എന്നുള്ളതാണ്. സോ അവിടെ അതിനുള്ള സാധ്യതയും ഉണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ സാധ്യത ഉള്ള സാഹചര്യത്തിൽ അവിടെ ചെറിയ സീറ്റുകൾ BJPയുടെ കയ്യിൽ നിന്ന് തന്നെ NDA സഖ്യത്തിൽ നിന്ന് തന്നെ പോകാനുള്ള സാധ്യത. BJP ഇത്തവണ അവിടെ അതങ്ങനെ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ NCP അടർത്തിയെടുത്ത് NDAയിലേക്ക് കൊണ്ട് ചേർക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ നമുക്കറിയാം ഉദ്ധവ് താക്കറെ ഒരു ചതി ചെയ്തു BJPയോട്. ഉദ്ധവ് താക്കറെ BJPയോട് ചേർന്ന് നിന്ന ആ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാത്തത്, ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിട്ടില്ല, കൊടുക്കാത്തത് കൊണ്ട് പോയി NCPയുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ അങ്ങനെ മുഖ്യമന്ത്രി ആയ സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ അതിന് തിരിച്ചടിയായിട്ടാണ് ഇവർ ചെയ്തത്. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 48 സീറ്റ് കണ്ടസ്റ്റ് ചെയ്തതിൽ 41 സീറ്റ് NDA സഖ്യം നേടിക്കഴിഞ്ഞു. 41 സീറ്റ്. അപ്പോൾ ഇത്തവണ ആ NDA സഖ്യം, പക്ഷേ അത് ഉദ്ധവ് താക്കറെ ഉള്ള NDA സഖ്യമായിരുന്നു. പക്ഷേ ഇത്തവണ ഉദ്ധവ് താക്കറെ ഇല്ലാത്ത NDA സഖ്യമാണ്. പക്ഷേ NCP ചേർന്ന് നിൽക്കുന്ന NDA സഖ്യമാണ്. ഇവർക്ക് ഇതിൽ കൂടുതൽ സീറ്റ് ഈ അലയൻസിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഈ 48 സീറ്റിൽ 41 നിൽക്കുന്നത് കൂട്ടാൻ കഴിയുമോ, ഇത് കുറയാനാണോ ഇത് സാധ്യത? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ ആര് വിൻ ചെയ്യും എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ സഹതാപ തരംഗം അവിടെ അടിക്കുമോ, അതോ അടർത്തിക്കൊണ്ട് വന്നതിൽ അതിനെ പൊളിച്ചടുക്കി. അപ്പോൾ അതിൻ്റെ നേട്ടം ഇപ്പുറത്താണോ വരുന്നത് എന്നുള്ളത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ജനസിൻ്റെ മനസ്സിപ്പാടെ കൂടെയാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് അവർ അവിടെ അറിയാലോ. ഇപ്പോൾ ശിവസേന എന്ന് പറയുന്നത് അവരങ്ങനെ അലിഞ്ഞു ചേർന്ന കുറച്ചധികം ആൾക്കാരാണ് അവിടെ. ഞാൻ കാര്യം ചോദിക്കട്ടെ സാറേ, ഈ ഹാർഡ് കോർ ഹിന്ദു ഉള്ള ഒരു ഭൂപ്രദേശം മഹാരാഷ്ട്ര, മറാഠികളുടെ നാട്, ഇവിടെ അയോധ്യ തരംഗമാഞ്ഞടിക്കില്ലേ? അല്ല,
ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു പിന്നെ രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തും കാണാത്ത തരത്തിലുള്ള ഒരു തീവ്ര വികാരമാണ് ശിവസേന കലാകാലങ്ങളായി നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് പലർക്കും കടന്നു കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ അവർക്ക് അവരുടെ നിലപാടുകളുണ്ട്, അവർക്ക് നിലപാടുകളെ കുറിച്ച് കടുത്തതുമാണ്. പക്ഷെ ആ നിലപാട് പേറിയിരുന്ന പിന്നെ രണ്ടുപേരാണ് ഇപ്പോൾ 2 വർഷത്തായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സംശയം വരുന്നത്, ആർക്ക് അനുകൂലമായി കാര്യങ്ങൾ പോകുന്നു. ലേശം ഒരുപക്ഷെ സഹതാപം മറ്റേ ഭാഗത്തിന് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് വാസ്തവത്തിൽ. കാരണം അതങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് നടന്ന് പോകുമ്പോഴും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അല്ല വിഷയം, സഹതാപത്തിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അതവർ യൂട്ടിലൈസ് ചെയ്യാനുള്ള സാഹചര്യവും ഇപ്പോഴുണ്ട്. ശരി, അലയൻസ് വിട്ട് ചിന്തിക്കാം. അതായത് 48 സീറ്റിലാണ് NDA അലയൻസ് കണ്ടസ്റ്റ് ചെയ്തത്. ഇനി അലയൻസ് വിടാം നമുക്ക്. ഇത് BJP, ഇത് SHS. ഈ അലയൻസിൽ ഇല്ലാത്ത BJP കഴിഞ്ഞ തവണ അവിടെ 23 സീറ്റിൽ കണ്ടസ്റ്റ് ചെയ്തു. ആ 23 സീറ്റും BJP വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ BJPക്ക് ആ 23 സീറ്റും 23 എന്ന് ഒരുപക്ഷെ നിലനിർത്തിക്കാനുള്ള സാധ്യത. പക്ഷേ എങ്കിലും എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ 2-3 സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. കാരണം ഇവർ ഈ പിന്നെ ശരത് പവാറിൻ്റെ ഒരു ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ആൾക്കാരുടെ മതത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ പല തരങ്ങളിലാണ് ഈ നമ്മുടെ വോട്ട് പെട്ടിയിലേക്ക് നിന്ന് വീഴുന്നത് സ്വാഭാവികമായി. അപ്പോൾ പരമ്പരാഗതമായി ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ എവിടെ തന്നെ തൊഴിലാളികളായ ആൾക്കാരും ഒരു പല പ്രദേശങ്ങളും അവർക്ക് കീഴിലാണ് വാസ്തവത്തിൽ. അപ്പോൾ പ്രായാധിക്യം ഉള്ള ഒരാൾ, കാലകാലങ്ങളായി നമ്മുടെ പിന്നെ നേതാവ് എന്നുള്ള നിലയിൽ ആൾക്കാരുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു മനപ്രയാസം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു വോട്ട് അവിടെ കൊടുത്തേക്കാം എന്നൊരു തോന്നൽ സ്വാഭാവികമായും വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതൊരു പക്ഷേ സ്ഥിരമായി അവർക്ക് കൊടുത്തിട്ടില്ലാത്ത ആൾക്കാരിൽ പോലും ചിലപ്പോൾ അത് വന്നേക്കാം. അപ്പോൾ അങ്ങനെ അതിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുന്നുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് വാസ്തവത്തിൽ കഴിഞ്ഞ തവണത്തിൽ കൂടി 2-3 സീറ്റ് BJPക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ അവിടെ ഒരു ഡു ഓർ ഡൈ സംഭവം ഉണ്ട് അവർക്ക്. ഇന്ത്യ സഖ്യത്തിനും തെളിയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോയതുകൊണ്ട് ശക്തി ചോർന്നു പോയിട്ടില്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരാനാണ് അവിടെ നിലവിലെ രാഷ്ട്രീയ അനുകൂലം എന്ന് പറയാൻ പറ്റില്ല സാഹചര്യങ്ങൾ. ഇത്തരത്തിലൊരു സാഹചര്യം ഇനി അതൊന്നുമില്ല എങ്കിൽ, ഇതൊന്നും കിട്ടിയില്ല, BJP തന്നെ കൊണ്ടുപോകണമെങ്കിൽ ശരത് പവാറിന് ഇനി ഇതെല്ലാം വെച്ച് മതിയാക്കി ഇനി വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് പോലും സാധ്യതകളൊക്കെ പലതും ഉണ്ട്. പക്ഷേ പിന്നെ ശിവസേനയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് പിടിച്ചു നിർത്താൻ തന്നെയായിരിക്കും അവരുടെ ശ്രമം. 2 ഭാഗവും അവരുടെ നിലനിൽപ്പ് നോക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ മേഖലയിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റും. മഹാരാഷ്ട്ര പിന്നെ ഗുജറാത്തിൽ 26 സീറ്റും കഴിഞ്ഞ തവണ നേടി. അടുത്ത തവണ ആം ആദ്മി പാർട്ടിയിൽ ഒരു കടന്നുകയറ്റമുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരും വിശ്വസിക്കുന്നുണ്ട്. ഒരു തന്ത്രപരമായ നീക്കമാണ് അത് വാസ്തവത്തിൽ. ഈ ആം ആദ്മി പാർട്ടിക്ക് എനിക്ക് തോന്നുന്നു ഇത്തവണ 22 സീറ്റിലെ കൊണ്ടാണ് ആം ആദ്മി പാർട്ടി പിന്നെ മത്സരിക്കുന്നത്. അതിലാപ്പോടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ്. അപ്പോൾ ഇത്തവണ അത് പിന്നെ പഞ്ചാബിൽ അവർ ചിലപ്പോൾ പിടിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. ഹരിയാനയിലും ചിലപ്പോൾ സാധ്യത, ബോർഡറിൽ ചിലപ്പോൾ ചില സാധ്യതകളുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഭാവ്നഗറിലും ബറൂച്ചിലും അവിടെ വാസ്തവത്തിൽ കോൺഗ്രസ് രണ്ടാമത് വന്ന പിന്നെ മണ്ഡലങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത് ത്യാഗം നടത്തി ജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ്. രാഹുൽ ഗാന്ധി പോലും ചൂലിനാണ് ഇത്തവണ വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ തന്ത്രം അവിടെ പയറ്റുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ രണ്ടാമത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നേടിയ ഭൂരിപക്ഷം വളരെ വലുതായിരുന്നു BJPക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തെ വെട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഗുജറാത്തിലെ ചോദ്യം. ഭൂരിപക്ഷത്തെ മറികടന്ന് ഭാവ്നഗറിലും ബറൂച്ചിലും പിന്നെ വിജയിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അത് ഗുജറാത്തിലാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പറയാവുന്നതും അല്ലാത്തതുമായ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജനം മാറി ചിന്തിച്ചേക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളൊന്നും വേണ്ട. പിന്നെ 26-26 ഗുജറാത്തിൽ പിടിച്ചേക്കും. ഗുജറാത്തിൽ എത്ര സീറ്റ് കുറഞ്ഞാലും അത് മോദിക്ക് അടിയാണ്. അത് ഗുജറാത്തിൽ ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും മോദിക്ക് അടിയാണ്. 410 420 പിടിച്ചിട്ട് ഗുജറാത്തിൽ 2 പോയാൽ പോലും ഗുജറാത്തിൽ നിന്ന് നമുക്ക് ഗോവയിലേക്ക് വരാം. ഗോവയിൽ വളരെ പിന്നെ പറഞ്ഞല്ലോ, ഗോവയും ഭൂരിപക്ഷമാണ്. അവിടെ നമുക്ക് 2014 BJP നേടിയ 2 സീറ്റുകളാണ് 19 അത് 1 ചുരുങ്ങിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ആ ഒരു സീറ്റ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് അവിടെ കിട്ടിയേക്കും. 2 പിന്നെ ദമൻ ആൻഡ് ദിയു 2014-ലും 19-ലും അവിടെ BJPക്ക് തന്നെയാണ് വിജയം. BJPക്ക് തന്നെയാണ്. അതും നിലനിർത്തിയേക്കാനുള്ള സാധ്യത. മറിച്ചൊന്നും സാഹചര്യം കാണുന്നില്ല. പിന്നെ ദാദ്ര നഗർ ഹവേലി അവിടെ
ചിലപ്പോൾ നഷ്ടപ്പെട്ടാലും പിന്നെ വലിയ വ്യത്യാസം ഇതിനകത്ത് വരാനില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ പശ്ചിമ മേഖലയാകാം അവിടെ 2 സംസ്ഥാനങ്ങളാണ് പ്രബലമായ സീറ്റുകളുടെ എണ്ണത്തിൽ പ്രബലമായിട്ടുള്ളത്. ഈ 2ഇടത്തും ഗുജറാത്തിൽ ഒരു ക്ലീൻ സ്വീപ്പിൽ തന്നെ ഇത്തവണയും അത് വേദിയാകുമെന്നുള്ളത് തന്നെയാണ്. 2 മഹാരാഷ്ട്രയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ BJP കുറച്ച് സീറ്റ് NDAക്കും കുറച്ച് സീറ്റ് കുറയാനും സാധ്യതയുണ്ട്. അതവർക്ക് പിന്നെ മറ്റേ ഭാഗത്തിന് കൂടാനും വഴിയുണ്ട്. അത് അവരുടെ ദേശീയ തലത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 8-10 സീറ്റ് ചിലപ്പോൾ അവിടെ കിട്ടിയേക്കും. ആരും നമ്മൾ എഴുത്തി കാണുന്നതല്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്.